പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബിന് സഹായം നൽകിയ ഒരാൾ കൂടി പിടിയിൽ. കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണം വിൽക്കാൻ സഹായമൊരുക്കിയത് അബൂബക്കർ എന്ന പോലീസ്. ഇരുവരെയും പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. രാഹുൽ സുരേഷ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് മറ്റു വിവരങ്ങൾ? വീണ, പേരാമ്പ്ര അനു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒന്നാം പ്രതിയായ മുജീബിന് സഹായമൊരുക്കിയ അബൂബക്കർ എന്ന കൊണ്ടോട്ടി സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇരുവരെയും, പ്രധാന പ്രതിയായ മുജീബിനെയും ഒപ്പം തന്നെ അബൂബക്കറിനെയും അല്പസമയത്തിന് മുമ്പ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച്, അതായത് കൊണ്ടോട്ടിയിൽ വെച്ച് രണ്ടിടങ്ങളിൽ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഒന്ന് സ്വർണം വിൽക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടിയിലെ ജ്വല്ലറിയിലും, മറ്റൊന്ന് ഈ വാഹനം ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇരുവരെയും അല്പസമയത്തിന് മുമ്പ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. ഇനി വിശദമായി ചോദ്യം ചെയ്ത ശേഷം അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൊലപാതകം നടന്ന സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതി എങ്ങനെ പേരാമ്പ്രയിൽ എത്തിയതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ആ കാര്യങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനുള്ളിൽ പേരാമ്പ്ര ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സമയം വൈകുകയാണെങ്കിൽ ഇന്ന് ഈ കൊലപാതകം നടന്ന സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിനുള്ള സാധ്യതയില്ല. നാളെ ആയിരിക്കും ഒരുപക്ഷെ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. വീണ, പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബിന് സഹായം നൽകിയ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.